ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ദൈവത്തിൻ്റെ എല്ലാ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി എന്നെ തന്നെ എൻ്റെ ആ ആവശ്യത്തെ കാണുവാനായിട്ട് കർത്താവ് ചെയ്തൊരു വലിയ കരുണ ഞാൻ ഓർക്കുന്നു. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് എന്നോട് കാണിക്കുന്ന ഈ കരുണയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ തീം ജെന്യുവനായിട്ടുള്ള ഹോളിനെസ്, യഥാർത്ഥത്തിലുള്ള വിശുദ്ധി. ഞാൻ ഇന്നലെയും ഇന്നും രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ എന്നോട് സംസാരിച്ചതും എൻ്റെ ഹൃദയത്തിൽ വന്നതുമായ ചില ഉണർത്തുകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ ദൈവം മോശയെ വിളിക്കുന്ന സമയത്ത് മോശ നടന്നു വരുമ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നിൻ്റെ കാലിലെ ചെരുപ്പ് എടുത്തു നിൻ്റെ കാലിലെ ചെരുപ്പ് എടുത്തു മാറ്റാനായിട്ട്, റിമൂവ് യുവർ സാൻഡൽസ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനായിട്ട്. ഞാൻ ഈ ഇന്നലെയും ഇന്നും ഒക്കെ കേട്ട ദൈവവചനത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാനും ചിന്തിക്കുമായിരുന്നു. പലപ്പോഴും അറിയാതെ തന്നെ അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഇന്നലെ സന്ധ്യയ്ക്ക് കേട്ടൊരു കാര്യം, കൂട്ടായ്മയിലൂടല്ലാതെ ദൈവിക വിശുദ്ധി പ്രാപിക്കുവാൻ, ആ ലക്ഷ്യത്തിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല. നോ ഫെലോഷിപ്പ്, നോ ഹോളിനെസ്. വാസ്തവത്തിൽ ആ കൂട്ടായ്മയ്ക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെയുള്ളൊരു ചെരുപ്പ് ഞാൻ എടുത്ത് കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ കേട്ട മറ്റൊരു കാര്യമായിരുന്നു, അപൂർണരായർക്ക് കീഴ്പ്പെടുക, സബ്മിറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ. അതുപോലെ തന്നെ കേട്ട മറ്റൊരു കാര്യമായിരുന്നു, മറ്റൊരാളുടെ ബലഹീനത അതെന്നെ കുറച്ചുകൂടെ വിശുദ്ധിയിലേക്ക് നടത്തുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് അത് അംഗീകരിക്കുവാനോ അത് കൊടുക്കാതെ തന്നെ ആ ചെരുപ്പ് വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഈ കേട്ടതിൻ്റെ ആ വെളിച്ചത്തിൽ ഞാൻ ഏറ്റെടുക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നൊരു കാര്യം, കർത്താവേ ഹെൽപ്പ് മീ ടു റിമൂവ് ദാറ്റ് സാൻഡൽസ്. കർത്താവെ ഞാൻ അറിയാതെ മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ഈ ചെരുപ്പുകൾ എടുത്ത് മാറ്റുവാനായിട്ട് എന്നെ സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തും ശീലിച്ചതുമായ, നമ്മളോട് തന്നെ ചേർന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് എടുത്ത് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് യഥാർത്ഥ ജെന്യുവനായിട്ട് ഹോളിനെസ്സിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിലെ മറ്റൊരു വാക്യമാണ് 11-ാമത്തെ അധ്യായത്തിലും, അതും അവിടെ എബ്രായർ 12-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടായിരുന്നു, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനായിട്ട് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അതെ, പലപ്പോഴും ദൈവത്തിൻ്റെ ആ വിളി, ദൈവത്തിൻ്റെ ആ പൂർണ്ണഹിതം എന്നിൽ നിറവേറുവാനായിട്ട് ദൈവം, നമ്മൾ കേട്ടു, പ്രത്യേകിച്ച് ഇൻറ്റേർണലായിട്ടുള്ളൊരു സഫറിങ്, ആന്തരികമായിട്ട് ഞെരുക്കത്തിൻ്റെ ആ വഴിയിൽ കൂടി ദൈവം അനുവദിക്കുമ്പോൾ ആ ഒരു ഡിസിപ്ലിനിങ് ഏറ്റെടുക്കുവാനായിട്ട് പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു ഹോളിനെസ്സിൻ്റെ ആ ഒരു വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, അതൊട്ടും സന്തോഷം, ഇറ്റ്സ് നോട്ട് പ്ലസൻറ്റ്, അത് പെയിൻഫുള്ളാണ്. എന്നാൽ ആ വേദനയിൽ കൂടി ദൈവം എന്നെ നടത്തുമ്പോൾ, കർത്താവേ എൻ്റെ ഗുണത്തിനായിട്ട്, എൻ്റെ ഗുണത്തിനായിട്ടാണെന്ന് ഒരു വലിയൊരു തിരിച്ചറിവ് ദൈവാത്മാവ് അധികം എനിക്ക് നൽകേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ആ വിശുദ്ധി പ്രാപിക്കുന്നതിനായിട്ട് ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയും, ഒന്നെങ്കിൽ അതിനെ എതിർക്കുക, വി ഡിഫെൻഡ് ദാറ്റ്, അല്ലെങ്കിൽ സംഭവിക്കുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ടൊരു എസ്കേപ്പിൻ്റെ ഒരു വഴി
എസ്കേപ്പിസം അല്ലെങ്കിൽ രക്ഷപ്പെടുവാനായിട്ട്. സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യങ്ങളുടെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു, വിശുദ്ധി പ്രാപിച്ചതിന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്: റൈച്ചസ്നെസ് ആൻഡ് പീസ്, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സമാധാനം. ജെന്യുവൻ ഹോളിനെസ്സിലെ യഥാർത്ഥമായ ഒരു വിശദീകരണത്തിൽ അതിനോട് ചേർന്ന് ഞാൻ കാണേണ്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ റൈച്ചസ്നെസ് ആൻഡ് പീസ്. സൗരന്മാർ ഇന്നലെ അത് പറഞ്ഞ് കേട്ടായിരുന്നു, സമാധാനത്തെക്കുറിച്ച്. സൗരങ്ങൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമേ, ആ ഒരു വ്യക്തത, വിശുദ്ധി, യഥാർത്ഥ വിശുദ്ധി അതിനോട് ചേർന്ന് അവിടെ പറയുന്നുണ്ട്, അതിൽ അഭ്യാസം തികഞ്ഞവർക്ക്, ദോസ് ഹു ആർ മെച്യൂർഡ് ഓൺ ഇറ്റ്. ആ ഒരു മെച്യൂരിറ്റി ദൈവം അനുവദിക്കുന്ന ആ ഒരു വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ ഒരു നീതി എൻ്റെ ചിന്തകളിലും വിചാരങ്ങളിലും എൻ്റെ പ്രവൃത്തികളിലും ആകമാനമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നേരുള്ളവനായിട്ട് നിൽക്കുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ സമാധാനം. ഞാനതെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമേ, എൻ്റെ ഗുണത്തിനായിട്ട് ദൈവം ഓരോ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുമ്പോഴും കർത്താവെ അതിനെ എതിർത്ത് നിൽക്കാതെ അല്ലെങ്കിൽ അവിടുന്ന് അവിടുന്ന് മാറിപ്പോകാതെ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ ചിന്തിച്ച മറ്റൊരു കാര്യം ഇതായിരുന്നു. നമ്മൾ ഈ ഒരു കാര്യം കോൺഫറൻസിൽ 2-3 ദിവസം ഈ സന്ദേശങ്ങൾ കേട്ട് പിടിക്കപ്പെട്ടവരായിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു വിളി, ആ വഴിയിലേക്ക് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹൗ ഡു വി റെസ്പോണ്ട് ടു ദാറ്റ്? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. എസ്രായുടെ പുസ്തകത്തിൽ അവർ തിരിച്ച് യെരൂശലേമിലേക്ക് വന്നപ്പോൾ 9-ലും 10-ലും കാണുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ സന്തതി മലിനപ്പെട്ടു എന്ന് കഴിഞ്ഞ ഉടനെ, അത് അറിഞ്ഞ ഉടൻ തന്നെ എസ്രായുടെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അവനൊരാളെ കുറ്റം വിധിക്കുവാനോ വിരൽ ചൂണ്ടുവാനോ പോകാതെ അത് അവൻ തന്നെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്നൊരു കാര്യം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ കാണുന്നുണ്ട്. ദൈവമേ, കർത്താവേ, ഈ ഒരു കാര്യത്തിൽ കർത്താവേ ഇതിൽ തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന സൗരങ്ങളുടെ ജീവിതത്തിലോ അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് വിരൽ ചൂണ്ടുവാനും കുറ്റപ്പെടുത്തുവാനും പഴിചാരുവാൻ ഇടയാകാതെ അവിടെ കാണുന്നൊരു കാര്യം, എസ്രാ ദേവാലയത്തിലേക്ക്, ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ നെടുമ്പാട് വീണ് ആ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറയുന്നു. അതിനുശേഷം കാണുന്ന അതിനോട് ചേർന്ന് അവൻ്റെ ആ സങ്കടവും അവൻ്റെ ജീവിതത്തിലെ കുറവുകൾക്കല്ല പകരം മറ്റു ചിലരുടെ ജീവിതത്തിലെ കുറവുകൾ കാണുമ്പോൾ ആ ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കാൻ അധികം ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങനെ എസ്രാ അവിടെ വീണ് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ഹൃദയഭാരമുള്ള മറ്റു ചിലരും അവനോടൊപ്പം വന്നിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതായിട്ടൊരു കാര്യം 9-ലും 10-ലും കാണുന്നുണ്ട്. ഞാൻ ആ കാര്യം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നടത്തുന്ന ഈ വഴി വളരെ വളരെ അമേസിങ് ആയിട്ട് തന്നെയാണ്. പലപ്പോഴും ആ സ്പോട്ടിൽ പലതും മനസ്സിലായില്ലെങ്കിൽ തന്നെയും തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, ഗുണത്തിനായിട്ട് നന്മയ്ക്കായിട്ട് ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കേട്ട അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട എല്ലാ വചനങ്ങൾക്കായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു നൽകിയ എല്ലാ വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോൺഫറൻസിൽ കടന്നു വരുവാനും ദൈവവചനം കേൾക്കുന്നതിനും സഹോദരന്മാരെ കാണുവാനും പരിചയപ്പെടുവാനും പരിചയം പുതുക്കുവാനൊക്കെയും ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കോൺഫറൻസിൻ്റെ ടീം യഥാർത്ഥ വിശുദ്ധി എന്നുള്ളൊരു കാര്യമാണ്. സാക് ബ്രദർ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല ആസ്പെക്റ്റുകൾ, പല കാര്യങ്ങളെക്കുറിച്ച് ചേർന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ ദൈവം അവസരം തന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഈ സമയം ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്.
ഞാൻ 2005 ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. എനിക്കൊരു വിശുദ്ധ ജീവിതം വേണം, അല്ലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കാര്യം വേണം എന്നുള്ള ഒരു കാര്യത്തോടുകൂടിയാണ് ഞാനിവിടെ കടന്നു വരുന്നത്. എനിക്കൊന്നും അറിയത്തില്ല, എങ്കിലും എനിക്ക് വിശുദ്ധമായി ജീവിക്കണം. പാപത്തിൽ പരാജയപ്പെടുമ്പോഴും മുമ്പോട്ട് പോകുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തിലേക്ക് വരുവാനാണ് ഞാനിവിടെ ചേർന്ന് വന്നത്. വർഷങ്ങളായി എനിക്ക് പ്രയോജനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ജീവിതത്തിൽ അപ്പും ഡൗണും ഉണ്ടായിട്ടുണ്ട്, സന്തോഷങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രയോജനപ്പെട്ട ഒരു കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശുദ്ധിയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സഹായിക്കുന്ന ഒരു കാര്യം, പല കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ദൈവജനത്തോടുള്ള കൂട്ടായ്മ. അത് വലിയൊരു കാര്യമാണ്, ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്. നമുക്ക് ദൈവം ചേർന്ന് തന്നിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ പല വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഒരു ആപ്പിൾ ഇവിടെ കൊണ്ട് നട്ടു വളർത്തുവാണെങ്കിൽ ഇവിടെ വളരത്തില്ല. എന്താണ് അതിന് കാരണം? അതിനുള്ള സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്ത്, കോട്ടയം പട്ടണത്തിലില്ല. തണുപ്പുള്ള സ്ഥലം വേണം, അതിന് പറ്റിയ അനുയോജ്യമായ നിലം വേണം. നമ്മളെ വിത്ത് വിതയ്ക്കുന്ന ഉപമ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലത് വഴിയരി വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല ഇടത്ത് വീണു. അത് നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ചാണ് വേദോസം പറയുന്നതെങ്കിൽ ഞാനിങ്ങനെ ചേർത്ത് ചിന്തിക്കുകയാണ്. ഈ നല്ല സ്ഥലമെന്ന് പറയുന്ന ഈ ലോകത്ത് ഏതാണ് നല്ല സ്ഥലം? ലോകത്തെ നല്ല സ്ഥലം ഏതാണ്? ലോകത്തെ ഏക നല്ല സ്ഥലമെന്ന് പറയുന്ന ദൈവസഭയാണ്. വിശുദ്ധിയുടെ ഈ വചനങ്ങൾ വിത്ത് നമ്മുടെ ജീവിതത്തിൽ പാകുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ബന്ധം എവിടെയാണ്? നമ്മൾ വഴിയിലാണെങ്കിൽ അത് വളരത്തില്ല. പാറസ്ഥലത്താണെന്ന് നിൽക്കുന്നെങ്കിൽ നാം വളരത്തില്ല. മുള്ളിനിടയിലാണെങ്കിൽ വളരത്തില്ല. നല്ല ഇടം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൃഷിയിടം എന്ന് പറയുന്നത് ദൈവസഭയാണ്. അവിടെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ ആ നിലയിൽ നമുക്ക് വളർന്നു വരുവാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കിത്തരും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെത്താനെ വിശുദ്ധീകരിക്കട്ടെ. എങ്ങനെയാണ് ഇനി വിശുദ്ധൻ തന്നെത്താനെ വിശുദ്ധീകരിക്കുക? ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരത്തിലും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ഓരോ സാഹചര്യങ്ങൾ തരുമ്പോൾ മാനസാന്തരപ്പെടുക എന്നുള്ള ഒറ്റ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ഒരു നിലയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. എസ്കേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ട് മാനസാന്തരപ്പെടുകയാണെങ്കിൽ ദൈവം അവനെ കടാക്ഷിക്കും, അവനെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവസഭയിൽ നാം നിരന്തരം, ലോകത്തിൽ നാം പോകുമ്പോൾ അവിടെ നമ്മളെ നിരാശപ്പെടുത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ദൈവസഭയിൽ ദൈവത്തിൻ്റെ വചനം അവിടെയുണ്ട്, പ്രവചനവാക്യം എപ്പോഴും അവിടെയുണ്ട്, അവിടെ എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടുവാൻ പുതിയൊരവസരം, കൂട്ട് സഹോദരന്മാരോട് ചേർന്നുള്ളൊരു ബന്ധം, അത് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. നാം ഇന്നലെ കേട്ടു. നമ്മുടെ മുടിയൻ പുത്രൻ്റെ കഥ നാം കേൾക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. അദ്ദേഹം എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊരു ബോധം, അയ്യോ എൻ്റെ അവസ്ഥ ഇതാണ്. തിരിച്ച് വേറൊരു കാര്യം, എൻ്റെ അപ്പൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിച്ചെല്ലുകയാണെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ അംഗീകരിക്കും. അവിടെ എനിക്ക് ഈ പട്ടിണി കിടക്കേണ്ട വരത്തില്ല, ഈ ദാരിദ്ര്യ അവസ്ഥ കിടക്കേണ്ട. അവിടെ എനിക്ക് വളർന്നു വരുവാൻ, എൻ്റെ ഈ കൃഷി, ഈ ഒരു മരം അവിടെ വളർന്നു വരുവാൻ എനിക്ക് ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ദൈവസഭ, നമുക്ക് തന്നിരിക്കുന്ന ഈ ജനങ്ങൾ, സഹോദരന്മാർ, കുറവുള്ള ജനങ്ങൾ അവരോടുകൂടെ ചേർന്ന് നാം നിൽക്കുമ്പോൾ ഈ നല്ല മണ്ണ അവിടെ നമ്മുടെ വിശുദ്ധി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് 1-2 കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. അവൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം. 17-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം വിശ്വാസത്തിൽ, എങ്കിൽ അതിൻ്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടിയേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കിട്ടാത്ത ചില കാര്യങ്ങൾ ദൈവസഭയിലൂടെ കിട്ടും. അതിൻ്റെ വീതി, ആഴം, ഉയരം, നീളം, ഈ ഉള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സഹോദരന്മാരോടുള്ള ചേർന്നുള്ളൊരു പ്രവർത്തനം. 4-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ഒരു വാക്യം അവിടെ പറഞ്ഞിട്ടുണ്ട്.
അവിടെ 4-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ലും ചില ശുശ്രൂഷകൾ ദൈവം വെച്ചിരിക്കും. ചിലവരെ അപ്പോസ്തലന്മാരായിട്ട്, ചില പ്രവാചകന്മാരായിട്ട്, ചില സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. എന്തിനാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം, അത് ഒറ്റയ്ക്കുള്ളൊരു കാര്യമല്ല. ദൈവസഭയിൽ നമുക്ക് തന്നിരിക്കുന്ന അപൂർണരായിട്ടുള്ള സഹോദരീ സഹോദരന്മാരോട് കൂടെ ചേർന്ന് നാം നിൽക്കുമ്പോൾ നമ്മൾ അപൂർണരാണ്. ദൈവം നമ്മളെ അംഗീകരിച്ചു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം ഞാനെവിടെയോ കടന്നൊരു വ്യക്തിയാണ്, എന്നെ ദൈവം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ വ്യക്തിപരമായ കാര്യം മാറ്റി ഇത് ദൈവത്തിൻ്റെ ഒരു ആകമാനമായിട്ടുള്ള ടോട്ടാലിറ്റി, ദൈവത്തിൻ്റെ ഒരു സഭ, അത് പുതിയ നിയമത്തിലെ ഒരു മർമ്മമാണ്. അത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് പലർക്കും, വെളിയിലുള്ള അനേകർക്ക് ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല. പലരും നമ്മളെ കുറ്റം പറയാറുണ്ട്, നമ്മളെ പലതും പറയാറുണ്ട്. പക്ഷേ ദൈവം നമുക്ക് ഈ കാര്യം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പിൻപിലുള്ളതിനെ എല്ലാം മറന്ന് നമുക്ക് ഈ തന്നിരിക്കുന്ന വചനമെല്ലാം കേട്ട് നമ്മളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഈ ദൈവസഭയിൽ വിശ്വസ്തയോടെ എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ കോൺഫറൻസിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. സന്ദേശങ്ങളൊക്കെ കേട്ട് നമ്മൾ വളരെ സന്തോഷഭരിതരാണ്. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ഉത്സവപറമ്പുകളിലെ ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിലെ അവസാന സമയത്ത് നമുക്കറിയാം, വളരെ വലിയൊരു വെടിക്കെട്ടും, ഞങ്ങളുടെ അവിടെയൊക്കെ പറയാം കൂട്ടപ്പൊരിച്ചിലെന്ന് പറയാം. ആ കൂട്ടപ്പൊരിച്ചിലിന് ശേഷം 4-5 അമുട്ടും പൊട്ടിച്ചതിന് ശേഷം ജനം പിരിയും. നോക്കുക, നമ്മൾ ഇവിടെ ഒരു മണിക്കൂറിന് ശേഷം നമ്മളെല്ലാവരും പിരിഞ്ഞു പോകും. നമ്മുടെ ഹൃദയത്തിൽ കൂടി പോകുന്ന ചിന്ത എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഒരു നല്ലൊരു സുവിശേഷം കേട്ടു, അതാണോ അത് കേൾക്കുവാൻ എന്നെ യോഗ്യനാക്കി എന്നുള്ള കാര്യത്തിലാണോ നമ്മുടെ സന്തോഷം? മത്തായിയുടെ സുവിശേഷത്തിലെ ജോജി വേറെ പ്രാരംഭത്തിലൊരു കാര്യം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, മൂഢന്മാരും കുരുടന്മാരുമായവരെ ഏതു വലിയത്, സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? സ്വർണത്തെക്കുറിച്ച് നമുക്കറിയാം, സ്വർണം പ്യുവറാണ് അല്ലേ? സ്വർണത്തിലെ കാര്യമായിട്ടുള്ള കലർപ്പൊന്നുമില്ല. പക്ഷേ ആ സ്വർണം വീണ്ടും ശുദ്ധീകരിക്കണമെങ്കിൽ എവിടെ വരണം? വിശുദ്ധ മന്ദിരത്തിൽ ആ സ്വർണം വന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫ്രഷ്നെസ്സിലേക്ക് ആ സ്വർണത്തെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ സുനിൽ ബ്രദർ പറഞ്ഞ പോലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാര്യം, ദൈവമേ ഞങ്ങൾ ഇത് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കിയ അങ്ങയുടെ വലിയ ദയക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. നോക്കുക, ഇവിടെ പറഞ്ഞ യഥാർത്ഥ വിശുദ്ധി, ഈ വിശുദ്ധി എല്ലാവർക്കും ലഭ്യമാണോ പ്രിയപ്പെട്ടവരെ? അതിന് എലിജിബിലിറ്റി ഇല്ലേ? അതിനൊരു യോഗ്യതയുണ്ടോ? ആ വിശുദ്ധി പ്രാപിക്കാൻ എനിക്കും നിനക്കും എന്തെങ്കിലും യോഗ്യതയുണ്ടോ? വാസ്തവത്തിൽ നമ്മളെ യോഗ്യരാക്കിയ നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ ഒരു സമയത്ത് ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്താണ് ഈ കാര്യങ്ങളൊക്കെ പൊരുളായിട്ട് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. അവിടെ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അതിങ്ങനെയാണ്, 13-10 മുതൽ, പിന്നെ ശിഷ്യന്മാരിടയ്ക്ക് വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് അവനോട് ചോദിച്ചു. ആരാ ചോദിച്ചേ? ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെയും ഉപമകളായിട്ട് നീ അവരോട് പറയുന്നത്? വാസ്തവത്തിൽ എനിക്കത് വായിച്ചപ്പോൾ ഇങ്ങനെ തോന്നി, ശിഷ്യന്മാർ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ കരുണയും ദയയുമാർക്കുണ്ടായി. ശിഷ്യന്മാർക്കുണ്ടായി അല്ലേ? അവർ ചോദിക്കുക, നീ എന്താ ഇത്രയും, ഇവിടെ പറയുന്ന ഏറെ പുരുഷാരം നിൻ്റെ മുന്നിലിരിക്കെ നീ ഇതൊരു പൊരുളായിട്ട് എന്തിനാണ് പറയുന്നത്? നിനക്കിത് സ്പഷ്ടമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാമായിരുന്നില്ലേ എന്ന് കർത്താവിനോട് ചോദിച്ചു. അത് ചോദിക്കൊരു കാരണം ഉണ്ടായി. ഈ സംഭവം നടക്കുമ്പോൾ ഇതൊരു
വിളഭൂമിയുടെ ഒരു മധ്യഭാഗത്താണ് ഈ ഉപമ കർത്താവ് അവരോട് പറയുന്നത്. അവിടെ കർത്താവ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോകുന്നു, കുറേ വഴിയരിൽ വീണു, കുറേ പാറസ്ഥലത്ത് വീണു, കുറേ മുള്ളിനടിയിൽ വീണു, കുറേ നല്ല സ്ഥലത്ത് വീണു. കർത്താവ് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന നിത്യം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നീ അതിപ്പോൾ എടുത്തു പറയേണ്ട വലിയ കാര്യമില്ല. ഇവിടെ ഇതൊക്കെ കൃഷിക്കാരാ. നീ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അവർക്ക് എന്ത് മനസ്സിലാവാൻ? യു ഷുഡ് ടെൽ ദി ട്രൂത്ത്സ്. നീ സ്പഷ്ടമായിട്ട് സംസാരിക്കുക കർത്താവ് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്താ അതിന് മറുപടി പറഞ്ഞേ? കർത്താവിന് പറയാമായിരുന്നല്ലോ, ഓ സോറി ശിഷ്യന്മാരെ, ഞാൻ അത്ര ചിന്തിച്ചില്ല, ഞാൻ ഇത് സ്പഷ്ടമായി അവരോട് പറയാം എന്ന് കർത്താവ് പറഞ്ഞു. നോ, കർത്താവ് പറഞ്ഞു, ഇവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം അതിൽ സന്തോഷിക്കുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ എനിക്കും നിനക്കും ദൈവം ഈ ഭൂമിയിൽ ഒരു ചാൻസ് ദൈവം നമുക്ക് തന്നിരിക്കട്ടെ. ജോജൂർ പറഞ്ഞല്ലോ, ഇന്ന് കിട്ടിയ സന്ദർഭം നിങ്ങൾക്ക് നാളെ കിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ പൊരുളുകൾ, ഈ സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള സ്പഷ്ടമായ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്? കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യരായിരുന്നില്ല, നിൻ്റെ കൃപയാൽ കർത്താവേ ഈ ദിവ്യ സന്ദേശങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടവന്നു കർത്താവേ. ഒരു സമയത്ത് പത്രോസിനെ ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ. വാസ്തവത്തിൽ പത്രോസ് സകലതും വിട്ടിരുന്നു? സകലം വിട്ടിരുന്നോ പത്രോസ്? ഇല്ല, സകലം വിട്ടിട്ടില്ല. പക്ഷേ യേശു പത്രോസിനെ തിരുത്തിയ, പത്രോസെ സകലതൊന്നും നീ വിട്ടിട്ടില്ല, ചില കാര്യങ്ങളൊക്കെ നീ വിട്ടിട്ടുണ്ട് ശരിയാണ്, പക്ഷേ സകലതും നീ വിട്ടിട്ടെന്ന് യേശു പറഞ്ഞോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും പ്രത്യാശ എന്താണെങ്കിലേ, കർത്താവ് നിൻ്റെ സഭയുടെ ഒരു ഭാഗമായിട്ട് എന്നെ നിർത്തി ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ആ പൂർണ്ണതയിലേക്ക് വരും കർത്താവേ. ഇതാണ് നമ്മുടെ പ്രത്യാശ പ്രിയപ്പെട്ടവരെ. മറുരൂപയിൽ മേലയിൽ വെച്ചിട്ട് രൂപാന്തരം പ്രാപിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ? ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നന്ന്. കർത്താവ് എന്താ പറഞ്ഞേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പിൻ. അപ്പോൾ ഈ ചെവി കൊടുക്കാൻ നമുക്ക് എവിടെ പറ്റുക? നമുക്ക് ഈ സഭയ്ക്ക് പുറത്ത് പോയിട്ട് നമുക്കൊരു ചെവി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ചെവി കൊടുക്കുവാനും നമ്മെ തന്നെ താഴ്ത്തുവാനും നമ്മുടെ ഹൃദയങ്ങൾ നുറുക്കപ്പെടുവാനും നമ്മുടെ അരിഷ്ടതയെ കാണുവാനും നമ്മുടെ പാപങ്ങളെ വിവേചിക്കാനും തൻ്റെ സഭയിലല്ലാതെ പ്രിയപ്പെട്ടവരെ മറ്റൊരിടം നമുക്ക് ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മൾ 137 സങ്കീർത്തനം നമ്മളിങ്ങനെ ദാവീദൊരു കാര്യം പറയുന്നുണ്ടല്ലോ. 137 സങ്കീർത്തനം അതിൽ പറയുന്നത് എങ്ങനെയാ? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. സഭയെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നമ്മളെ എത്ര പേര് നമ്മളാക്കിയിരിക്കുന്ന പ്രാദേശിക സഭയിൽ നമ്മൾ ആ സഭയെ നമ്മൾ എത്ര പേര് വാല്യൂ ചെയ്യുന്നുണ്ട്? എത്ര പേര് വാല്യൂ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? എൻ്റെ ശുദ്ധീകരണത്തിനും എൻ്റെ അരിഷ്ടതയും കാണുവാൻ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സഭ, അതാണ് നമ്മുടെ എലിജിബിലിറ്റി പ്രിയപ്പെട്ടവരെ. നമുക്കറിയാലോ, ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? മിനിമം മാർക്ക് പറയുന്ന പോലെ എന്നെയും നിന്നെയും ദൈവത്തിൻ്റെ സഭയിലാക്കി വെച്ചിരിക്കുവാൻ ദൈവം നമുക്ക് ഈ സഭ എന്ന് പറഞ്ഞൊരു എലിജിബിലിറ്റി തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കാവോ, നമ്മെ തന്നെ താഴ്ത്തുക, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം അവിടെ എനിക്ക് നിനക്കും പ്രദാനം ചെയ്യും. ഇവിടെ തുടർന്ന് പറയുന്നത്, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിന് എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഹോ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നോക്കട്ടെ. 2.5 ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ബ്രദർ പറഞ്ഞു അല്ലേ? നമുക്ക് എത്ര പേർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ? എത്ര പേർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്? ഒരു മൂടുപടം പോലെ, ഒരു മറ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുക. പക്ഷേ നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ, നമ്മൾ പ്രാദേശിക സഭയിൽ ചെല്ലുമ്പോൾ, നമുക്കിതിനേക്കാൾ തുറവി, ഇതിനേക്കാൾ സ്പഷ്ടവും വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മെ തന്നെ താഴ്ത്തണം പ്രിയപ്പെട്ടവരെ. ഈ രക്ഷ നമ്മൾ അഗ്നിയമാക്കരുത്. നമുക്ക് കർത്താവേ, ഈ ഭൂമിയിൽ മുഖ്യ സന്തോഷം, ഇവിടെ പറയുന്നത് എന്താ? യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ, നോക്കുക നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കർത്താവെ, നീ ആക്കി വെച്ചിരിക്കുന്ന ലോക്കൽ സഭയേക്കാൾ ഞാൻ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ
എന്നെ താഴ്ത്തുവാനും എന്നെ ആ ജീവൻ്റെ പ്രമാണങ്ങളിലേക്ക് നയിക്കുവാനും എന്നെ ആക്കി വരിക്കുന്ന എൻ്റെ സഭയേക്കാൾ മൂല്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? നമുക്കതിനെ പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആക്കി വെച്ചിട്ട് മൂപ്പൻ അത്രയാണ് കഴിവില്ലേ പറയാം. ഇന്ന് തൃശ്ശൂർ പോകണതിൻ്റെ പകരം ഇന്ന് കോട്ടയത്തേക്ക് പോകാം. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? അവിടെ കുറച്ചുകൂടി ജോജി പേർ കുറച്ചുകൂടി നല്ല സന്ദേശം പറയും. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം, അവിടെ കുറച്ചും കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ പറയും. ഇതാണോ എൻ്റെ മനോഭാവം? പ്രിയപ്പെട്ടവരെ, നമ്മളതിനകത്തിരിക്കാൻ ദൈവം എന്നെ പണിയും. നമുക്ക് ആ പ്രത്യാശ ദൈവം നമുക്ക് തരട്ടെ. ഞാനും അതിനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനും നാം ഇപ്പോൾ കേൾക്കുന്ന ഈ സത്യങ്ങൾ കേൾക്കുവാനും ഈ സത്യങ്ങളൊക്കെ പറയുന്ന ഈ സഹോദരന്മാരോടൊക്കെ കൂട്ടായ്മ ആചരിക്കാനുമൊക്കെ എനിക്കും ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയും കടപ്പാടും ഉള്ളവനാണ്. നമ്മൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അപ്പോസ്തലനായ പൗലോസിനെ കാണുകയും അടുത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയാൽ അതൊരു വളരെ വളരെ ഭാഗ്യകരമായൊരവസ്ഥയാണ് എന്ന് തീർച്ചയായിട്ടും നാം ചിന്തിക്കും. നമ്മൾ പലപ്പോഴും ആ രീതിയിൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ ബ്രദറിന് വേണ്ടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ബ്രദർ അവിടെ വന്നിട്ട് താങ്ക് യു സന്തോഷ് എന്ന് പറയും. ഞാൻ ഈ മലയാളിയെ എനിക്കങ്ങ് ആകെ ഒരു ചമ്മൽ, എന്താ ബ്രദറിനോട് പറയുക? ഈ പറയുന്ന സന്ദേശങ്ങൾ ബ്രദറിനെ അടുത്ത് കാണുന്ന അറിയുന്ന സഹോദരന്മാരെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കുടുംബം, ജീവിതം, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, മറ്റ് പല സ്ഥലങ്ങളിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇതെല്ലാം നമ്മൾ കാണുകയും ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾക്കുപരി വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃക കാണിക്കുന്ന ചില സഹോദരന്മാരെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ ശരിക്കും വെല്ലുവിളിക്കുന്നു. ദൈവവചനങ്ങൾ തീർച്ചയായിട്ടും എന്നെ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം ദൈവവചനത്തിൻ്റെ ഈ മാതൃകകളും എന്നെ വെല്ലുവിളിക്കുന്നു. എനിക്ക് ഈ അവസരം നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ശിഷ്യനായി കർത്താവിനെ പിൻപറ്റുവാൻ തുടങ്ങിയ ശേഷം എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ എന്നെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നൽകുന്ന ഉത്സാഹം ഇതാണ്. ദൈവം പാപികളായിരിക്കെ ദൈവം നമ്മെ തേടി വന്നു. പാപികളായിരിക്കെ നമ്മെ തേടി വന്നു. അങ്ങനെയാണ് നാം രക്ഷയിലേക്ക് കടന്നു വന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം പല സമയങ്ങളിലും ദൈവത്തെ വിട്ട് പിന്മാറുമ്പോൾ അവിടെയും ശരി എന്നാൽ അവൻ പോകട്ടെ എന്ന് വിചാരിച്ച് ദൈവം അങ്ങ് വിട്ടുകളയുകയല്ല. അവിടെയും പിന്മാറിപ്പോകുമ്പോഴും വീണ്ടും തിരികെ വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം അത് വളരെ വളരെ നമ്മെ ഹൃദയത്തെ തണുപ്പിക്കുന്നതാണ്. ഇവിടെ യെരമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിലൊക്കെ പഴയ നിയമ പ്രവാചകന്മാർ ഇസ്രായേലിനോട് പറയുന്ന ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നീ ചെന്ന് വടക്കോട്ട് നോക്കി വചനങ്ങളെ വിരിച്ചു പറയുക എന്ന് യിരെമ്യാവിനോട് പറയുന്നു. യിരെമ്യാവ് പറയുന്നു, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 13-ാം വാക്യം, നിൻ്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക, നീ മടങ്ങി വരിക. കർത്താവിനെ വിട്ടുപോയ ആളുകളെ എന്തിനാ മടങ്ങി വരാനായിട്ട് കർത്താവ് വിളിക്കുന്നത്? മടങ്ങി വരിക. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും പത്രോസിനെ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ ആർദ്രതയോടെ നോക്കുന്ന, മടക്കി വിളിക്കുന്ന കർത്താവ്. മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയിട്ടും വീണ്ടും മടക്കി വിളിക്കുന്ന കർത്താവ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 48-ാം വാക്യം. അവിടെ നാം വായിക്കുന്നു, കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ട് വലിച്ചു, വലയുന്നത് അവൻ കണ്ടു. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കരയിൽ നിന്ന് യാത്ര ആരംഭിച്ചതാണ്. യാത്ര ആരംഭിച്ച്
മുമ്പോട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രതികൂല കാറ്റുകൾ അടിക്കാൻ തുടങ്ങി. അത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ കാറ്റ്, ഒരുപക്ഷെ പ്രലോഭനത്തിൻ്റെ കാറ്റ്, രോഗങ്ങളുടെ കാറ്റ്, കഷ്ടതയുടെ കാറ്റ്, മറ്റ് പലതരത്തിലുള്ള പ്രതികൂല കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ ആരംഭത്തിൽ തണ്ട് വലിച്ചു മുമ്പോട്ട് പോകണം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തണ്ട് വലിച്ച് വലയുന്ന ഒരവസ്ഥ. പലപ്പോഴും ജീവിതത്തിൽ ആരംഭത്തിലുണ്ടായിരുന്ന ചൂട്, ആരംഭത്തിലുണ്ടായിരുന്ന ഉത്സാഹം, ആരംഭത്തിലുണ്ടായിരുന്ന എരിവ്, ഇത് വെച്ച് തണുത്ത് തണ്ട് വലിച്ച് വലയുന്ന ഒരവസ്ഥ. എന്നാൽ എന്നെ ഉത്സാഹിപ്പിച്ച ഭാഗം, തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു, കർത്താവ് കണ്ടു. അപ്പോൾ കർത്താവ് എവിടെയായിരുന്നു? കർത്താവ് ഇവരോട് തിബിരിയാസിൽ നിന്ന് ഗലീല കടൽ കടന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് കർത്താവ് പറഞ്ഞതാണ്. കർത്താവ് എന്നിട്ട് അവിടെ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ സ്നേഹിക്കുന്ന, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലയുന്നത് കർത്താവ് കണ്ടു. പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ രീതിയിൽ നാം തണ്ട് വലിച്ച് വലയുമ്പോൾ, ശരി, അവൻ അങ്ങനെ പോകട്ടെ എന്നല്ല, എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് എന്നെ കാണുക മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അതാ കർത്താവ് രാത്രി നാലാം യാമത്തിൽ അവൻ കടലിൽ മേൽ നടന്ന് അടുക്കലേക്ക്, എൻ്റെ അടുക്കലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക്, രാത്രി 4-ാം യാമത്തിൽ നടന്ന് നമ്മുടെ അടുക്കലേക്ക് വരുന്നവനാണ്. രാത്രിയുടെ 4-ാം യാമം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മണി മുതലാണ് വെളുപ്പിന് 6 മണി വരെ, 6 മുതൽ 9 മണി വരെ 9-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 മണി വരെ, വെളുപ്പിന് 3 മണി മുതൽ 6 മണി വരെയുള്ള ഏകദേശം വൈകുന്നേരം അവർ തുഴഞ്ഞു തുടങ്ങിയതാണ്. വെളുപ്പിന് ഏകദേശം 3 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. അതിനിടയിൽ വലഞ്ഞ് കുഴങ്ങിയിരിക്കുമ്പോൾ ഇതാ കർത്താവ് നടന്ന് നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവനെ കടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. നമ്മൾ നേരത്തെ സാക്ക് ബ്രദർ പറയുന്ന ഈ ഭാഗം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നാം കേട്ടതായിരുന്നല്ലോ. 24-ാം അധ്യായത്തിൽ യെരുശലേമിൽ കർത്താവിനോടൊപ്പം, ശിഷ്യന്മാരോടൊപ്പം യെരുശലേമിൽ ക്രൂശിൻ്റെ വഴിയിൽ നിന്നിരുന്ന 2 ശിഷ്യന്മാർ. അവർ കുറേ കഴിഞ്ഞപ്പോൾ കർത്താവ് മരിച്ചു. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശരായി വളരെ ഉത്സാഹത്തോടുകൂടെ സ്വന്തം സ്ഥലത്ത് നിന്ന്, എമ്മാവുസിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി കർത്താവിനോടുകൂടെ കഷ്ടമനുഭവിക്കുവാൻ, ശിഷ്യന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കുവാൻ, കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കുവാൻ യെരുശലേമിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മത്തായി 16-ലും പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ യെരുശലേമിലേക്ക് പോകുവാൻ തൻ്റെ മുഖത്തെ കല്ലുപോലെയാക്കി. അവൻ നിർണയിച്ച് യെരുശലേമിലേക്ക് പോകുവാൻ. യെരുശലേം, അവിടെയാണ് ഞാൻ സഫർ ചെയ്യുന്ന ഇടം. യെരുശലേമിലേക്ക് പോകുവാൻ കർത്താവ് നിർണയിച്ച് പോയതാണ്. കർത്താവ് നിർണയിച്ച് പോയപ്പോൾ ചില ശിഷ്യന്മാരും ക്രൂശിൻ്റെ മാർഗത്തിലേക്ക് കർത്താവിൻ്റെ കൂടെ, ശിഷ്യന്മാരോട് കൂടെ നിൽക്കുവാനായിട്ട് നിർണയിച്ച് യെരുശലേമിലേക്ക് പോയ ഈ ശിഷ്യന്മാർ, കർത്താവ് മരിച്ചു. ഇപ്പോൾ നിരാശയും മടുപ്പുമായിട്ട് ഞങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക്, എമ്മാവസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പം മടങ്ങിപ്പോകുമ്പോൾ ഇത് ഒരു ഭാര്യയും ഭർത്താവുമാണ് എന്ന് സാക്ക് ബ്രദർ സൂചിപ്പിക്കുകയുണ്ടായി. അത് അങ്ങനെ തന്നെ ആണ് എന്ന് ഉള്ളതിനൊരു തെളിവ് കൂടെയുണ്ട്. യോഹന്നാൻ 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 19-ാം അധ്യായത്തിൽ 25-ാം വാക്യം, യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ക്രൂശിനരികെ അവിടെ 3 മറിയമാരുണ്ടായിരുന്നു. അത് അവൻ്റെ അമ്മ, അമ്മയുടെ സഹോദരി, പിന്നെ ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരത്തി മറിയ. നമുക്കറിയാം എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ഇവരിൽ ഒരുവനാരായിരുന്നു? ക്ലയോപ്പായിരുന്നു. ക്ലയോപ്പാവും മറിയയും അപ്പോൾ 2 പേരും യെരുശലേമിലുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പം ക്ലയോപ്പാവ് തിരിച്ചു പോകുമ്പോൾ ഏതായാലും മറിയ അവിടെ വിട്ടിട്ട് പോവില്ല. ക്ലയോപ്പാവിനോടൊപ്പം തീർച്ചയായിട്ടും ക്ലയോപ്പാവ് ഭാര്യ മറിയയും കൂട്ടിയിട്ടുണ്ടാവും. അവർ പോയത് ഒരു വീട്ടിലേക്കാണ്. ഒരു വീട്ടിൽ അവർ പ്രവേശിച്ചു. ഒരു വീട്ടിൽ വെച്ച് അവരപ്പം നുറുക്കി. നമ്മൾ ലൂക്കോസിൻ്റെ 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിൻ്റെ മാർഗത്തിൽ നിന്ന് യേശുവിനോടൊപ്പം കഷ്ടമനുഭവിക്കുവാൻ മോശ മിസ്രയീമിലെ ധനത്തെ, നിക്ഷേപങ്ങളെ, അത് നഷ്ടം, അത് വേണ്ട എന്ന് വെച്ച് തൻ്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തതുപോലെ താൻ തിരഞ്ഞെടുത്ത് ആ ഇടത്ത് നിന്ന് അവർ തിരികെ പോയി. തിരികെ പോയപ്പോൾ ആ യാത്രയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത്
മറിയയ്ക്കാണ്, മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. പക്ഷേ രണ്ടാമത് കർത്താവ് വന്ന് പ്രത്യക്ഷപ്പെടുന്നത് ഈ പിന്മാറ്റത്തിൽ പോകുന്ന ഈ ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് എന്നത് നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ ശിഷ്യന്മാർ അവർ വീട്ടിലേക്ക് പോയി, അവർ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്, യേശു അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, കർത്താവ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉള്ളം ചൂടുപിടിച്ചു. പിന്മാറ്റത്തിൻ്റെയും ക്രൂശിൻ്റെ മാർഗം വിട്ടു പോകുന്ന ഹൃദയം തണുത്തിരുന്ന അവസ്ഥയിൽ കർത്താവ് അവരോടൊപ്പം വന്ന് അവരുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിച്ചു, അവരെ വെല്ലുവിളിച്ചു. കർത്താവ് പോകുവാൻ ഭാവിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരെ നിർബന്ധിച്ചു, കർത്താവിനെ നിർബന്ധിച്ചു, ഞങ്ങളോട് കൂടെ പാർക്കണം, ഞങ്ങളോട് കൂടെ പാർക്കണം. ഇന്ന് ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെയും നമ്മുടെയും ഹൃദയത്തിൽ കർത്താവെ ഈ കോൺഫറൻസിൽ ഇവിടെ വെച്ച് മാത്രമല്ല, അങ്ങ് എൻ്റെ കൂടെ വരണം, എൻ്റെ വീട്ടിൽ വന്ന് പാർക്കണം. ഈ കോൺഫറൻസിൽ വെച്ച് എൻ്റെ ഹൃദയം ചൂടുപിടിച്ചു, പക്ഷേ കർത്താവെ അങ്ങ് എൻ്റെ കൂടെ വരണം, എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം പാർക്കണം. പാർക്കുക മാത്രമല്ല, ഞാൻ അങ്ങേ യഥാർത്ഥത്തിൽ ഈ കോൺഫറൻസിൽ വെച്ച് ഞാൻ കുറച്ചൊക്കെ അങ്ങേ തിരിച്ചറിഞ്ഞു, പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകളെ തുറന്ന് എനിക്ക് അങ്ങേ കാണണം. അങ്ങേ കാണുമ്പോൾ അതിനെ തുടർന്ന് നമ്മളിവിടെ വായിക്കുന്നത് ഏകദേശം 11 കിലോമീറ്റർ നടന്നിട്ടാണ് അവർ വീട്ടിൽ വന്നത്. 11 കിലോമീറ്റർ നടന്ന് അവർ വീട്ടിൽ വന്നു. അവർ കണ്ണ് തുറന്ന് അവരുടെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 33-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. വീട്ടിൽ ചെന്നു, 11 കിലോമീറ്റർ നടന്ന് വീട്ടിൽ ചെന്നു. ഉള്ളം ചൂടുപിടിച്ചു, പിന്മാറ്റത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി. കർത്താവെ എനിക്ക് തിരികെ പോകണം, എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക്. കർത്താവെ ഞാൻ എവിടെയാണ് ഓടി ഒളിക്കുന്നത്? കർത്താവെ ക്രൂശിൻ്റെ മാർഗത്തിലേക്ക് എനിക്ക് തിരികെ പോകണം. കർത്താവെ അവർ ഉടനെ തിരികെ നടന്ന് കൂട്ടായ്മയിൽ യഥാസ്ഥാനപ്പെട്ടു, ദൈവത്തോടുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെട്ടു, സഹോദരന്മാരുടെ ബന്ധത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ക്രൂശിൻ്റെ വഴിയിൽ വീണ്ടും എനിക്ക് പോകണം എന്ന് തീരുമാനിച്ച് ആ വഴിയെ പോയപ്പോൾ അവിടെ അവർ ചെന്നു. അവിടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി അവരെ ശക്തീകരിച്ചു. 120 പേര് മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ തീർച്ചയായും അവരും, ആ ഭർത്താവും ഭാര്യയും, അവരും അവിടെ ഉണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരന്മാർ, നമ്മിൽ ഒരുപക്ഷെ ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കാം, അല്ലെങ്കിൽ ചില സഹോദരന്മാരായിരിക്കാം, സഹോദരിമാരായിരിക്കാം. നാം ഇപ്രകാരം നമ്മുടെ ജീവിതം നല്ല ചൂടോടെ ആരംഭിച്ച്, തീവ്രതയോടെ ആരംഭിച്ച്, തീരുമാനങ്ങളോടെ ആരംഭിച്ച്, ക്രൂശിൻ്റെ മാർഗത്തിൽ ചൂടോടെ ആരംഭിച്ച്, എന്നാൽ ഇപ്പോൾ പിന്മാറ്റത്തിലും ഹൃദയത്തിൽ തണുത്തു വരുമാണെങ്കിൽ, ഇതാ കർത്താവ് നമ്മെ വീണ്ടും തിരികെ വിളിക്കും, നമ്മെ ചൂടാക്കുവാൻ, നമ്മെ ഉത്സാഹിച്ച് വീണ്ടും തിരികെ യെരുശലേമിലേക്ക് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തിരികെ വരുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അർപ്പിക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തെ എന്നെ വെല്ലുവിളിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് ഉടനെ പ്രതികരിക്കുവാൻ, ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ്, ദൈവം എന്തൊക്കെ എന്നോട് പറഞ്ഞുവോ അത് എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരികെ പോകുവാൻ, മടങ്ങിപ്പോകുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ദൈവം എന്നെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.